ശത്രുരാജ്യങ്ങളിൽ നുഴഞ്ഞുകയറി രഹസ്യങ്ങൾ ചോർത്തുന്ന ചാരന്മാരുടെ വീരകഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും മികച്ചയാൾ, ഏറ്റവും കൗശലക്കാരനായ ചാരൻ ആരായിരിക്കും? അക്കൂട്ടത്തിൽ പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ള പേരുകളിലൊന്ന് സോവിയറ്റ് യൂണിയന്റെ ഡബിൾ ഏജന്റ് ആയിരുന്ന കിം ഫിൽബിയുടേതാണ്. ലോകശക്തികളായ ബ്രിട്ടനെയും അമേരിക്കയുമാണ് കിം ഫിൽബി പതിറ്റാണ്ടുകളോളം വിഡ്ഢികളാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ഫിൽബിയുടെ മകനായി 1912 പുതുവത്സര ദിനത്തിൽ ഇന്ത്യയിലെ ഹരിയാനയിലെ അംബാലയിലാണ് കിം ഫിൽബി ജനിച്ചത്. പിന്നീട് ബ്രിട്ടനിലേക്ക് മടങ്ങിയ അദ്ദേഹം കേംബ്രിഡ്ജിലെ വിദ്യാഭ്യാസ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനാകുന്നത്. കേംബ്രിഡ്ജിലെ പ്രശസ്തമായ ഇടതുപക്ഷ ഗ്രൂപ്പായ കേംബ്രിഡ്ജ് 5-ൽ ഒരാളായിരുന്നു അദ്ദേഹം. ഫാസിസം ശക്തിപ്പെടുന്ന കാലത്ത് സോവിയറ്റ് യൂണിയനെ സേവിക്കണമെന്ന് തീരുമാനിച്ച ഫിൽബി വൈകാതെ സോവിയറ്റ് ചാരസംഘടനയായ KGBയിൽ ചേർന്നു. പരസ്യമായ കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാനും ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6-ൽ നുഴഞ്ഞുകയറാനുമായിരുന്നു KGB നൽകിയ മിഷൻ. അതനുസരിച്ച് ബ്രിട്ടനിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്ത ഫിൽബിയെ വൈകാതെ MI6 റിക്രൂട്ട് ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു MI6-ൽ കിം ഫിൽബിയുടെ വളർച്ച. യുദ്ധം അവസാനിച്ചതോടെ MI6 സോവിയറ്റ് കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം തലവനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് സോവിയറ്റ് യൂണിയനിലെ ബ്രിട്ടീഷ് ചാരന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലും ഫിൽബിയോടായിരുന്നു. 1949-ൽ വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. പദവി ഇതായിരുന്നെങ്കിലും ബ്രിട്ടീഷ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൺ ഓഫീസർ എന്ന ഉത്തരവാദിത്വമായാണ് MI6 ഫിൽബിയെ അമേരിക്കയിലേക്ക് അയച്ചത്. ശീതയുദ്ധകാലത്തെ നിർണായക തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇതെല്ലാം ഫിൽബി അപ്പോൾ സോവിയറ്റ് യൂണിയനിലേക്കും എത്തിച്ചുകൊണ്ടിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സോവിയറ്റ് വിരുദ്ധ നീക്കങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ മുഖ്യ ആസൂത്രകനായി ഉണ്ടായിരുന്നത് ഒരു KGB ഡബിൾ ഏജന്റ് ആയിരുന്നുവെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെട്ടിരുന്ന 2 അന്വേഷണ ഏജൻസികൾക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഫിൽബി എത്തിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നീക്കങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിവരങ്ങൾ എങ്ങനെ ചോർന്നെന്നറിയാതെ അമേരിക്ക കുഴങ്ങി. ഇതിനിടെ അമേരിക്കയിൽ അഭയം തേടിയെത്തിയ ചില സോവിയറ്റ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളിലൂടെ MI6-ന്റെ സംശയമുനകൾ കിം ഫിൽബിക്ക് നേരെ തിരിഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തെങ്കിലും ഡബിൾ ഏജന്റ് ആണെന്ന് തെളിയിക്കാനായില്ല. ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ നിരപരാധിയായി പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ ബെയ്റൂത്തിൽ വെച്ച് ഫിൽബി വീണ്ടും അറസ്റ്റിലായി. ഇവിടെ നിന്ന് സമർത്ഥമായി രക്ഷപ്പെട്ട അദ്ദേഹം മുങ്ങി. ബെയ്റൂത്ത് മുഴുവൻ വലവിരിച്ച MI6-ന്റെയും CIA-യുടെയും ഏജന്റുമാരെ വെട്ടിച്ച് ഫിൽബി മോസ്കോയിലേക്ക് കടന്നു. മോസ്കോയിലെത്തിയ കിം ഫിൽബിയെ സോവിയറ്റ് സർക്കാർ ഒരു യുദ്ധവീരനെ പോലെ സ്വീകരിച്ചു. ഇത് ബ്രിട്ടനിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കി. സർക്കാരും ഏജൻസിയും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. വൈകാതെ കിം ഫിൽബിക്ക് സോവിയറ്റ് യൂണിയൻ സർക്കാരിൽ ഉന്നത പദവി ലഭിച്ചു. 1988-ൽ കിം ഫിൽബി അന്തരിച്ചു.